ഹിന്ദു പൂജാരിയെ ആക്രമിക്കുന്ന തീവ്ര ഹിന്ദുത്വവാദികൾ രാജ്യം മുഴുവൻ ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ്. വേണ്ട രീതിയിൽ നമ്മുടെ മലയാള മാധ്യമങ്ങളൊന്നും അത് കവർ ചെയ്തില്ല. തെലങ്കാനയിലാണ് ഇത് സംഭവിച്ചത്. തെലങ്കാനയിലെ ഒരു അമ്പലത്തിലെ പ്രീസ്റ്റിനെ അല്ലെങ്കിൽ പൂജാരിയെ, ചിൽക്കൂർ ബാലാജി ടെമ്പിളിലെ രംഗരാജൻ എന്ന പൂജാരിയെയാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ ആക്രമിച്ചത്. രാമരാജ്യം എന്നാണ് ഇവരുടെ സംഘടനയുടെ പേര്. ഇവരാണ് രംഗരാജനെ ആക്രമിക്കുകയും രംഗരാജനോട് കാശ് ചോദിക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ പലപ്പോഴും ചൂണ്ടിക്കാട്ടാറുണ്ട്, എല്ലാ മതത്തിലും എല്ലാ വിശ്വാസത്തിലും സമുദായത്തിലും ആ സമുദായത്തിലെ തീവ്ര സ്വരക്കാരാണ് അവരുടെ ഏറ്റവും വലിയ ശാപവും. ഇസ്ലാമിന്റെ ശാപം ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ്. ക്രിസ്ത്യാനികളുടെ ശാപം ഈ തീവ്ര ക്രിസ്ത്യൻ പരിവർത്തനവാദികളാണ്. അതേപോലെ നമ്മൾ ഹിന്ദുക്കളുടെ ശാപം ഈ തീവ്ര ഹിന്ദുത്വവാദികളാണ്. ഇനി എന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ചിൽക്കൂർ ബാലാജി ടെമ്പിൾ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ചിൽക്കൂറിൽ വെച്ച്, ഇത് രംഗ റെഡ്ഡി ഡിസ്ട്രിക്ട് തെലങ്കാനയിലാണ് ഉള്ളത്. ഇതിനോടനുബന്ധിച്ച് ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 20 പേർ, ഓർക്കുക, ഈ തീവ്ര ഹിന്ദുത്വവാദികൾ കറുപ്പും കാവിയും ഒക്കെ അണിഞ്ഞ 20 പേർ രംഗരാജന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി. എന്നിട്ട് രംഗരാജനെ കയ്യേറ്റം ചെയ്തു. മൊയ്നാബാദ് പോലീസ് ഇവർക്കെതിരെ നടപടിയും എടുത്തിട്ടുണ്ട്. ഈ രംഗരാജനെ കയ്യേറ്റം ചെയ്യുന്നതും രംഗരാജനോട് കാശ് ചോദിക്കുന്നതും കൂടുതൽ കാശ് വേണമെന്ന് പറയുന്നതും ഒക്കെയുള്ള വീഡിയോസ് അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം വൈറലാണ്. അതായത് MV സൗന്ദര്യരാജൻ, ടെമ്പിൾ പ്രൊട്ടക്ഷൻ മൂവ്മെന്റും രംഗരാജന്റെ പിതാവും ഒക്കെയാണ്. അദ്ദേഹമൊക്കെ ഞങ്ങളോടൊക്കെ ഒരുപാട് സഹകരിച്ച് പ്രവർത്തിച്ചിട്ടൊക്കെയുണ്ട്. അദ്ദേഹം സൺഡേയിൽ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റും ഇറക്കുകയുണ്ടായി. എന്നിട്ട് ഈ ഗ്രൂപ്പ്, അതായത് ഇദ്ദേഹത്തെ ആക്രമിച്ച ഗ്രൂപ്പ് ഇക്ഷാകു വംശത്തിൽ പെടുന്നവരാണെന്നാണ് പറയുന്നത്. അതായത് ശ്രീരാമനൊക്കെ ഇക്ഷാകു വംശത്തിലാണ് ജനിക്കുന്നത്. പക്ഷെ ഇവരൊക്കെ രാവണന്റെ മക്കളാണ്. അത് ഈ രാമരാജ്യ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇവരൊരു പ്രൈവറ്റ് ആർമി വേണമെന്നും അവരുടെ അജണ്ടയെ അക്സെപ്റ്റ് ചെയ്യാത്തവരെ ആക്രമിക്കുമെന്നും അവർക്ക് കാശ്, കൂടുതൽ ധനവും റിസോഴ്സും കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാണ് ഇവർ ചെയ്തത്. എന്നിട്ട് പോലീസ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അതിശക്തമായ നടപടിയിലേക്ക് ഗവൺമെന്റ് നീങ്ങുന്നു. എല്ലാ പാർട്ടിക്കാരും, ഇതൊന്നും ജാതി മത രാഷ്ട്രീയമൊന്നും പ്രശ്നമല്ല, അതിശക്തമായ രീതിയിൽ അതിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. വ്യത്യസ്ത ഗ്രൂപ്പുകൾ, തെലങ്കാന സംസ്ഥാനത്തിലെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ അതിശക്തമായി ഇതിനെ അപലപിച്ചിട്ടുണ്ട്. ചിൽക്കൂർ ഈ ടെമ്പിൾ പ്രീസ്റ്റും വലിയൊരു പണ്ഡിതനുമാണ് ഈ ശ്രീ രംഗരാജൻ ഗാരു. അവർ ഈ ഗാരു എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഈ ശ്രീ എന്നൊക്കെ പറയുന്നത് പോലെ, തിരു എന്നൊക്കെ തമിഴന്മാർ പറയുന്ന പോലെ ഗാരു എന്ന് പറഞ്ഞാൽ ജി അല്ലെങ്കിൽ ബഹുമാനം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഈ തീവ്ര ഹിന്ദുത്വവാദികൾ ഈ ഹൈദരാബാദിൽ ഉള്ള ഈ അമ്പലം, ആ അമ്പലം ലോർഡ് ബാലാജിക്കുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട അമ്പലമാണ്. അവിടുത്തെ പൂജാരിയാണ് ആക്രമിക്കുകയും കാശി ചോദിക്കുകയും ഞങ്ങളുടെ രാമരാജ്യ സൈന്യത്തിന് വേണ്ടി കൂടുതൽ ശ്രമിക്കണം എന്ന്, അല്ലെങ്കിൽ കൂടുതൽ കാശ് തരണം എന്നൊക്കെ പറഞ്ഞത്. ഇവർ രാമരാജ്യമല്ല, ഇവർ രാവണ രാജ്യത്തിന്റെ ആൾക്കാരാണ്. ഇവർ ഗോഡ്സേവാദികളാണ്. നിങ്ങൾക്ക് അതിന്റെ വിഷ്വൽസ് ഒക്കെ കാണാമെങ്കിൽ നിങ്ങൾക്കറിയാം. അതായത് പ്രത്യേക രീതിയിൽ കറുത്ത ഡ്രസ്സും കാവിയും ഒക്കെ ഉടുത്ത് ഗുണ്ടാ സംഘങ്ങളെ പോലെ പെരുമാറുന്ന ക്രിമിനൽ ഗാങ്ങുകളാണ് ഇവർ. ഈ രാജ്യത്തിന്റെ ശാപമാണ്. ഇതേപോലൊരു തീവ്ര ഹിന്ദുത്വവാദിയിൽ നിന്നാണ് നമ്മുടെ മഹാത്മാഗാന്ധി, രാഷ്ട്രപിതാവ്, വെടിയേറ്റ് മരിച്ചത്. അതുകൊണ്ട് നമ്മുടെ സമുദായം ഹിന്ദു ആകാം, മുസ്ലിം ആകാം, ക്രിസ്ത്യാനി ആകാം, ഏത് വിശ്വാസധാരയുമാകാം, തീവ്ര ഹിന്ദുത്വവാദികൾ നമുക്ക് അപകടമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. തീവ്ര ക്രിസ്ത്യൻ പരിവർത്തനവാദികൾ നമുക്ക് അപകടമാണെന്ന് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ തിരിച്ചറിയണം. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മുസ്ലിം സമൂഹത്തിന് അപകടമാണെന്ന്, ഇസ്ലാമിന് അപകടമാണെന്ന് നമ്മുടെ മുസ്ലിം സഹോദരന്മാർ തിരിച്ചറിയണം. ഇത് ഓർക്കുക, അമ്പലത്തിൽ കയറി ഒരു പൂജാരിയെ ആക്രമിക്കുകയും പൂജാരിയോട് കാശ് ചോദിക്കുകയും ഞങ്ങളുടെ അജണ്ടയ്ക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് കാശ് പിടിച്ചു മേടിക്കുന്ന അതിക്രൂരമായൊരു സംഭവമാണ് ഇവിടെ നടന്നത്. അതിശക്തമായി ഇതിനെ അപലപിക്കണം. വിശ്വാസികളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഈ തീവ്ര വർഗീയവാദികളെ, തീവ്ര വിരോധവാദികളെ, വിദ്വേഷവാദികളെ എതിർക്കാൻ മുമ്പോട്ട് വരണം. ആ മുമ്പോട്ട് വരലാണ് ഭാരതത്തിന്റെ, ഇന്ത്യയുടെ ആത്മാവിരിക്കുന്നത്.